2 വർഷമായിട്ടും പ്രധാനപ്പെട്ട സമിതിയുടെ തലപ്പത്തിരിക്കുന്ന എംഎൽഎമാർ യാതൊരു യോഗവും ചേരാതെ തെക്ക് വടക്ക് നടക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിന് ഇന്നിപ്പോൾ എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചാൽ വെറും വട്ടപ്പൂജ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞു വരുന്നത്, ഈ നിയമസഭാ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിലും പണമിടപാടുകളിലും ഗുരുതര വീഴ്ചയുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും യോഗങ്ങളും കാര്യക്ഷമമായി നടന്നിട്ടില്ല. നടത്തിപ്പ് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജോലികൾ വിലയിരുത്താൻ രൂപം നൽകിയ എംഎൽഎമാർ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല. 2023 ജൂൺ 21-നാണ് സമിതി ഒടുവിൽ അവസാനമായി യോഗം ചേർന്നത്. കരാർ കാലാവധി ഒട്ടേറെ തവണ അതിനിടയിൽ നീട്ടി നൽകിയിട്ടും പദ്ധതി പൂർത്തിയാക്കാൻ ഊരാളുങ്കലിന് സാധിക്കാത്ത സാഹചര്യത്തിൽ സമിതി എത്രയും വേഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് റോജി എം ജോൺ എംഎൽഎ കഴിഞ്ഞ ജൂൺ 12-ന് സ്പീക്കർക്ക് കത്തു നൽകിയെങ്കിലും നടപടിയൊന്നുമില്ല. 2020 ജൂൺ 30-ന് പൂർത്തിയാക്കേണ്ട പദ്ധതി കൂടിയാണ് എന്നോർക്കണം. അതേസമയം ഊരാളുങ്കലിന് മുൻകൂറായി നൽകി 9.4 കോടി രൂപയ്ക്ക് കണക്കു നൽകിയില്ലെന്നത് പരോക്ഷമായി ശരിവെച്ചു. മുൻകൂർ തുക നൽകിയത് ക്രമീകരിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണെന്ന് അധികൃതർ പറയുന്നു. ഇതോടെ 2019 മാർച്ചിൽ കൈമാറിയ തുക 6 വർഷത്തിന് ശേഷവും ക്രമീകരിച്ചിട്ടില്ല എന്നതിന് സ്ഥിരീകരണവുമായി. മാത്രവുമല്ല, നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 6 വർഷത്തിനിടെ 11 തവണ കരാർ കാലാവധി നീട്ടി നൽകി. സോഫ്റ്റ്വെയറായി ഊരാളുങ്കൽ വികസിപ്പിച്ച 42 മൊഡ്യൂളുകളും ഉപയോഗക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചിരുന്നു. ഇതിൽ സഭാ നടപടിക്രമങ്ങൾക്കുള്ള 8 ഇൻഹൌസ് മൊഡ്യൂളുകൾ മാത്രം ഉപയോഗക്ഷമമാക്കി പദ്ധതി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം. എന്നിട്ടും ആദ്യം നിശ്ചയിച്ച കരാർ തുകയായ 18.46 കോടി രൂപ മുഴുവൻ ഊരാളുങ്കലിന് കൈമാറാനുള്ള ഫയൽ നീക്കമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. ഇതിനായി 12ാം തവണയും കാലാവധി നീട്ടാനും കരു നീക്കി. കോടികളുടെ ക്രമക്കേടിൽ വിശദ പരിശോധന വേണമെന്ന് ഫയലിൽ നിർദ്ദേശിച്ചു എങ്കിലും നിയമസഭയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഒരു തവണ പോലും പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ ആവശ്യങ്ങൾക്കായി മുൻകൂർ നൽകിയ 9.4 കോടി രൂപ കണക്കു നൽകാതെ 6 വർഷം ഊരാളുങ്കൽ കൈവശം വെച്ചതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തുവിട്ടതാണ്. ഈ തുകയ്ക്കുള്ള ഇൻവോയ്സ് ഇക്കൊല്ലം മെയ് 9-ന് ഊരാളുങ്കൽ ഹാജരാക്കിയെങ്കിലും തുക ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങളില്ലാത്ത കണക്ക് പലപ്പോഴും തള്ളേണ്ടി വന്നു. കണക്ക് നൽകാതെ അനധികൃതമായി പണം കൈവശം വെച്ചതിന് 2019 മുതലുള്ള പലിശ സഹിതം 15 കോടി ഊരാളുകളിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന നിർദ്ദേശത്തിനും നടപടിയില്ല. കമ്പ്യൂട്ടറുകളുടെ വാറന്റി അവസാനിച്ചിട്ടും അവയിൽ സജ്ജമാക്കേണ്ട സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനായിട്ടില്ല എന്നതാണ് സ്ഥിതി. എന്നിട്ടും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ വർഷം 50 ലക്ഷം രൂപ ചെലവിൽ 5 വർഷത്തേക്ക് പരിപാലിക്കാൻ 2.5 കോടി രൂപ ഊരാളുങ്കലിന് കൈമാറാനും നീക്കമുണ്ട്.